റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുമോ? അദ്ദേഹത്തിന്റെ പല നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു. ഒരു അവസാനത്തിലേക്ക് എത്തുമോ? ട്രംപ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ വാർ ഒന്ന് അവസാനിപ്പിച്ച് മറ്റൊരു പൊൻതൂവൽ കൂടി തൻ്റെ കിരീടത്തിൽ അണിയണം. അങ്ങനെ ഒരു സമാധാന ദൂതനായി തനിക്ക് കുറച്ചുകൂടെ ശക്തമായിട്ട് ലോക മനസാക്ഷിക്ക് മുമ്പാകെ അവതരിക്കണം. അദ്ദേഹം പ്രസിഡന്റ് ആകും മുൻപ് അദ്ദേഹം അവകാശപ്പെട്ടതാണ്, ഞാൻ പ്രസിഡന്റ് ആകുകയാണെങ്കിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഗാസയും ഇസ്രയേലും തമ്മിലുള്ള. അതൊന്നും കഴിഞ്ഞ ഒരു വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നിട്ടില്ല. ഇപ്പൊ ഗാസ തന്നെ ഒരു പീസ് ഡീൽ വന്നെങ്കിലും ആ ഡീൽ ആരും തൃപ്തരല്ല. അവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അടിയും വെട്ടും യുദ്ധവുമെല്ലാം. ഇനിയിപ്പോ അതിനെ കൂടെ മറയ്ക്കാനും കൂടെ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ വേറൊരു പീസ് ഡീൽ എടുത്തിട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഗാസ അധികം ഇനി വെളി വരണ്ട, അതിന് ഇടയ്ക്ക് യുക്രൈൻ റഷ്യ വാർ ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ കൂടുതൽ അതിനെ മുഴച്ചു നിൽക്കും. അത് കേട്ട് ലോക ജനത എന്നോട് വളരെ തൃപ്തിയുള്ളവനായി തീരുമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഉക്രൈൻ്റെ പ്രസിഡന്റിനോട് വ്ളാഡിമിർ സെലൻസ്കിയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ ഞാൻ തയ്യാറാക്കിയ മോസ്കോ പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ നാഷണൽ പ്രൈഡും എന്ന് പറഞ്ഞ വാചകം കൊണ്ട് നിങ്ങൾ നടന്നു. അതുകൊണ്ട് നിങ്ങളുടെ അന്ത്യമാവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദുസൂചനയിൽ വരുന്നത്. അതുപോലെ അദ്ദേഹം നേരത്തെ തന്നെ സെലൻസ്കിയോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി വലിയ തോതിലുള്ള സാമ്പത്തിക സപ്പോർട്ടും ആയുധ സപ്പോർട്ടും ഒന്നും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. റഷ്യ യുക്രൈൻ വാറിലേക്ക് അമേരിക്കയുടെ കൈകടത്തൽ വളരെ കുറയും, അല്ലെങ്കിൽ അതിന് നൽകുന്ന സാമ്പത്തികം വളരെ കുറയും, അല്ലെങ്കിൽ ആയുധങ്ങൾ വളരെ കുറയും എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകി കഴിഞ്ഞു. ഇന്ന് ഈ ഞായറാഴ്ച സ്വിറ്റ്സർലൻഡിൽ ഒരു വലിയ മീറ്റിംഗ് നടക്കുകയാണ്. അതിൽ ഈ പീസ് ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ കൂടെയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഫൈനൽ ഡീലൊന്നുമല്ല. അപ്പോൾ ഇന്ന് യുക്രൈൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അത് മോസ്കോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഡീലാണ്, അതിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇന്ന് ട്രംപ് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല, ഇതിൽ ചില മാറ്റങ്ങൾ ഇനിയും ആകാം, നെഗോസിയേഷൻസ് ആവാം. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയ്ക്കായിട്ട് ഇന്ന് US-ൻ്റെ പ്രതിനിധികൾക്കൊപ്പം ഫ്രാൻസ്, ജർമ്മനി, UK എന്നിവരും കൂടെ ജനീവയിൽ സമ്മേളിക്കുകയാണെന്ന്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ് നടക്കുന്നത്. മാർക്കോ റൂബിയോ അവിടെ ഉണ്ടാവും, US സെക്രട്ടറി ജനറൽ അവിടെ ഉണ്ടാവും, അതെ US-ൻ്റെ സെക്രട്ടറി ജനറൽ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം ചേർന്ന് ഒരുപക്ഷെ ട്രംപ് കുറച്ച് കൂടുതൽ ഈ റഷ്യയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ത്യക്ക് തന്നെ തീരുവ ചുമത്തിയത്, ചൈനയ്ക്ക് തീരുവ ചുമത്തുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യം നടക്കില്ല എന്ന് കണ്ടതാണോ ഉക്രൈനെതിരെ പോകുന്നത്? അതെ, റഷ്യയോട് ആ പരിപാടി നടക്കില്ല എന്ന് ഏതാണ്ട് ബോധ്യമായി. അതൊരു വലിയ വേൾഡ് വാറിലേക്ക് അവസാനിക്കൂ, സമാധാനത്തിന് പകരം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു സംഘടനമായിട്ടത് മാറാതിരുന്നാൽ ഭാഗ്യം എന്നുള്ള രീതിയിലേക്ക് പലരും സൂചിപ്പിച്ചപ്പോഴാണ്. എന്നാൽ ഉക്രൈനെ ഒന്ന് കൊച്ചാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നിരിക്കുന്നു. ഉക്രൈനെ അങ്ങനെ കൊച്ചാക്കാൻ നോക്കില്ല. കാരണം ഉക്രൈനെ ഈ വിധത്തിൽ യുദ്ധത്തിന് സജ്ജമാക്കിയതും കൊണ്ടെത്തിച്ചതും US ആണ്. അതുപോലെ തന്നെ നാറ്റോ സഖ്യകക്ഷികളാണ്. അപ്പോൾ ജർമ്മനിക്കും UK-ക്കും ഫ്രാൻസിനും ഒന്നും ഇതിൽ നിന്ന് കൈയൊഴിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരെയും കൂടെ വിളിച്ച് ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ സെലൻസ്കിക്കും കൂടെ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് പുതുക്കിയെടുക്കാം. ഇത് മോസ്കോ പ്ലാൻ ആണെന്നും, മോസ്കോ പ്ലാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലാൻ ആണെന്നുമാണ് ട്രംപ് പറയുന്നത്. പീസ് പ്ലാൻ, ഈ പീസ് പ്ലാൻ എൻ്റെ പ്ലാനാണ്, അല്ലാതെ റഷ്യയുടെ പ്ലാൻ അല്ലെന്നാണ്. എന്നാൽ സെലൻസ്കി പറയുന്നത് ഇത് അവരെ ഫേവർ ചെയ്യുന്ന പ്ലാനാണ്, ഇതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ഇസ്രായേലിലും കണ്ടല്ലോ. അത് തീർച്ചയായിട്ടും. ഇപ്പം പിന്നെ ഇറാൻ്റേത് അതുപോലെയായിരുന്നു. ഇപ്പൊ ഗാസയിൽ വന്നപ്പോൾ കണ്ടില്ലേ, ഗാസയെ രണ്ടായി വെട്ടിമുറിച്ച് ഒരു പീസ് ഒരു യുദ്ധവും ഇല്ലാതെ, അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പേ ഇസ്രായേലിൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവർ വളരെ സേഫായി. ഗാസയിൽ ആ തീരത്തോട് ചേർന്ന് നശിച്ച് നാറാണക്കല്ല് പിടിച്ച ഒരു ചെറിയ സ്ട്രിപ്പായിരിക്കും ഗാസയിലെ പലസ്തീൻ എന്ന പേരിൽ കിട്ടുന്നത്. ബാക്കി മുഴുവൻ ഒരു നല്ല ബോർഡർ അവർ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ അതുപോലെ ഈ ഉക്രൈൻ പ്രശ്നത്തിലും ഏതാണ്ട് ചില പിടിച്ചെടുത്ത ദ്വീപുകളൊക്കെ അവരുടെ തന്നെ ഇരിക്കത്ത വിധത്തിലും തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളും റഷ്യയുടെ കയ്യിലിരിക്കത്തക്ക വിധത്തിലുമൊക്കെ വരുമെന്നുള്ളതാണ് ഉക്രൈൻ്റെ പേടി.
അതുകൊണ്ടാണ് വെറുതെ ഞങ്ങൾ യുദ്ധം നടത്തി നാട് മുഴുവൻ തകർത്തു. ഇപ്പോൾ ഏതാണ്ട് ഗാസ ഏതാ പരുവത്തിലാണോ ഏതാണ്ട് അതുപോലെ ആയിട്ടുണ്ട് ഉക്രൈനും. ബോംബിട്ട് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അവിടെ ഒരു റീബിൽഡിങ് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം നിരവധി പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ജനങ്ങൾക്ക് ഇനി നല്ല വീടുണ്ടാക്കിയാൽ പോലും ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ രാസായുധങ്ങളുടെ എല്ലാം പ്രയോഗവും എല്ലാം നടന്നിരിക്കുകയാണല്ലോ അവിടെ. ഈ രാസായുധം എന്ന് വെച്ചാൽ രാസ ബോംബല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രയോഗിച്ച ബോംബുകൾ തന്നെ പ്രകൃതിക്ക് വളരെ ദോഷം വരുന്നതാണ്. അത് ഉക്രൈനെ വളരെയധികം ബാധിക്കുന്നതാണ്. അവരുടെ സാമ്പത്തിക അവസ്ഥ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഉക്രൈൻ പിടിച്ചു നമുക്കറിയാലോ. ഉക്രൈനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഉക്രൈനെ കൊണ്ട് കഴിയില്ല. നാറ്റോയുടെ സപ്പോർട്ടാണ്. അത് റഷ്യ അതാണ് പറയുന്നത്. ഇത് ഉക്രൈനല്ലേ ഈ വാർ നടത്തുന്നത്, നിങ്ങളല്ലേ വാർ നടത്തുന്നത്. അത് വ്ളാഡിമിർ പുടിൻ പിന്നെ ഈ കഴിഞ്ഞ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. ഈ ചർച്ചയിൽ പിന്നെ സെലൻസ്കി വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പുടിൻ ചോദിച്ചു, സെലൻസ്കി എന്തിൻ്റെ കാര്യം, ഞങ്ങളും അല്ലേ ശരിക്കും യുദ്ധം നടത്തുന്നത്, നിങ്ങൾ പുറകെ കൂടെ അയാൾക്ക് സഹായിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ അവരുടെ കാര്യമില്ലല്ലോ, നിങ്ങൾ തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് വളരെ സ്ട്രോങ് ആയിട്ടും ഫേസ് ടു ഫേസ് ആയിട്ടും പുടിൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഗാർഡിയനൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഒരു സമാധാനത്തിലേക്ക് എത്തണമെന്ന്, ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന രീതിയിൽ. തീർച്ചയായിട്ടും പിന്നെ ലോകരാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ളവർ ഇത് വളരെയധികം ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് ഈ പെട്രോളിനും മറ്റുമുള്ള പ്രതിസന്ധിയും മറ്റ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് ഈ യുദ്ധം നിൽക്കുന്നതുകൊണ്ടാണല്ലോ. യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ആ കാരണം പറയാൻ ഒക്കില്ലല്ലോ. റഷ്യയുടെ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. എവിടെ വില കുറച്ച് കിട്ടുന്നു അവിടെ നിന്ന് വാങ്ങിക്കും. ഇപ്പോൾ പറയുന്നത് ലോക സമാധാനത്തിന് എതിരെ നിൽക്കുന്ന റഷ്യയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് ഒഴിവായി കിട്ടും. അതാണൊരു പ്രധാന ഗുണം. അത് അവസാനിപ്പിച്ചതായും ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ പല കമ്പനികളും. ഇപ്പോൾ തീർന്നു. ഇപ്പോൾ അതെല്ലാം ഏകദേശം അവസാനിപ്പിച്ച രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയൊരു സമാധാനം ഉണ്ടാകാൻ ട്രംപിന് ഇതിനും കഴിയില്ലെന്നാണോ സാർ വിശ്വസിക്കുന്നത്? അല്ല, സമാധാനം ഉണ്ടാകും. സമാധാനം ഉണ്ടാകാന്ന് വെച്ചാൽ ഇപ്പോൾ ആയുധം കൊടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഈ യുദ്ധത്തിന്റെ അതാണ് പിന്നെ വ്ളാഡിമിർ പുടിൻ പറഞ്ഞ. സാറ് മുന്നേ സൂചിപ്പിച്ചല്ലോ ഇപ്പൊ ഇസ്രായേൽ സംഭവമായാലും അത് അവിടെ നിന്ന് സമാധാനം വന്നിട്ടില്ല. അവകാശവാദം മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ വരില്ല. ഇവിടെ സമാധാനത്തിന് ഇപ്പം റഷ്യ അടിക്കാതിരുന്നാൽ തീർന്നു, നാറ്റോ ആയുധം കൊടുക്കാതിരുന്നാലും തീർന്നു. ഇവിടെ യുദ്ധം യുക്രൈനും റഷ്യയും തമ്മിലല്ലല്ലോ. ഇവിടെ നാറ്റോയും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ കൂടെ നടക്കുന്ന ഒരു യുദ്ധമാണ്. അവർ സ്റ്റോപ്പ് ഇട്ടാൽ ഇവിടെ പിന്നെ അടിക്കാനൊന്നുമില്ല, അവിടെ കൈവശം ഒന്നുമില്ല. ഇനി റീബിൽഡിങ് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് സാധാരണ ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഉക്രൈൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇനി അതൊരു പ്രശ്നമേ അല്ല. സമാധാനം ട്രംപ് പിന്നെ വ്ളാഡിമിർ പുടിനുമായിട്ട് പറഞ്ഞുണ്ടാക്കിയാൽ അത് തന്നെ ധാരാളം മതിയാവും. പിന്നെ അതിനകത്തൊരു ആക്ഷേപ കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കൊമേഡിയനായിട്ട് സെലൻസ്കി വന്ന് ഒപ്പിടേണ്ടി വരും. അതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.